അതിന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇയാൾ ജില്ലാ സെഷൻസ് കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നാളെയാണ് ഒരു ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. അതിനിടെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഈ സ്റ്റേഷൻ കടവിൽ നിന്നും ഇയാൾ പിടിയിലായിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം ഉള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇയാൾക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംശയമുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ ഈ ബെയിലിൻദാസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്റെ ഓഫീസിലുള്ള 2 വനിതാ സഹപ്രവർത്തകർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി താൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ബോധപൂർവമല്ലാതെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അതൊരു മർദ്ദനമല്ല, ബോധപൂർവമല്ലാതെ സംഭവിച്ച ഒരു കാര്യമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നേരെ കയ്യേറ്റം ചെയ്യാനോ ഉള്ള ഒരു തരത്തിലുമുള്ള ശ്രമമായിരുന്നില്ല ആ ദിവസം അവിടെ നടന്നത് എന്നുള്ള കാര്യമാണ് ബെയിലിൻദാസ് ഇന്നത്തെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ബെയിലിൻദാസിന്റെ ഭാഗത്തു നിന്ന് സമർപ്പിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ വ്യക്തമല്ല. നാളെ ഉച്ചയോടുകൂടിയാണ് ജില്ലാ സെഷൻസ് കോടതി ഈ ഒരു ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് ഇന്നിപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു സമ്മർദ്ദം ഈ കാര്യത്തിലുണ്ടായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് തീർച്ചയായും പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ്, കൃത്യമായി പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസിന് ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ടായത് തന്നെ ഈ വഞ്ചൂർ കോടതി പരിസരത്ത് ഈ സംഭവം ഉണ്ടാകുന്നു. ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം പോലീസ് ബെയിലിൻദാസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ഈ കോടതിയുടെ പരിസരത്ത് വരുന്നുണ്ട്. പക്ഷേ അന്ന് ബാർ അസോസിയേഷൻകാർ കോടതിക്കുള്ളിൽ കയറി ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് പക്ഷേ അത്തരത്തിലൊരു നിലപാട് തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ബാർ അസോസിയേഷൻ പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു നിലപാടാണ് ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസരമുണ്ടാക്കിയത് എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. പിന്നെ പോലീസിനുണ്ടായിരുന്ന ഏക തെളിവ് എന്ന് പറയുന്നത് കഴക്കൂട്ടം ഭാഗത്ത് വെച്ചാണ് ഇയാളുടെ ഫോൺ അവസാനമായി ഓഫായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം ജില്ല വിട്ട് ഇയാൾ പുറത്തേക്ക് പോയിട്ടില്ലാകുമെന്ന് ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ ഷാമിലിക്ക് പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചു. പ്രത്യേകിച്ച് പിരാജീവ് അടക്കമുള്ള മന്ത്രിമാർ ഷാമിലിയെ വന്ന് കാണുകയും വലിയ രീതിയിലുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സഹായവും വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ പ്രതിക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു നിയമ നടപടി പ്രതിക്കെതിരെ സ്വീകരിക്കുമെന്നതടക്കമുള്ള ഉറപ്പ് ഷാമിലിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഉറപ്പുകളൊക്കെ ഷാമിലിക്ക് ലഭിക്കുമ്പോൾ പോലും പ്രതിയെ ഈ 3ാമത്തെ ദിവസമായിട്ടും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ആക്ഷേപം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉയർത്തിയിരുന്നു. അതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ബെയിലിൻദാസ് ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. പിന്നാലെ ഇന്നിപ്പോൾ ശക്തമായി തന്നെ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിലായിരുന്നു പോലീസ്. അതിനിടെയാണ് ഇയാൾ കാറിൽ സഞ്ചരിച്ചു പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പോലീസിന് ലഭിച്ചത്. പിന്നാലെ തന്നെ അവിടേക്ക് പോകുകയും ഇയാൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സ്റ്റേഷൻ കടവിൽ നിന്ന് പിടിക്കുകയായിരുന്നു ചെയ്തത്. തുമ്പ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യ ഹർജി പരിഗണിക്കാൻ ഇരിക്കെ കൂടിയാണ് ഇത്തരത്തിൽ ഇയാൾ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ ഇയാൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വരും മണിക്കൂറിൽ ചർച്ചയാകേണ്ടതുണ്ട്. കാരണം താൻ മനഃപൂർവ്വമല്ല ഇത് ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അത് മനഃപൂർവ്വമായി സംഭവിച്ച ഒന്നല്ല. സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയോ താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ള കാര്യമാണ് ബെയിലിൻദാസ് ഇന്നിപ്പോൾ ജാമ്യ ഹർജിയിൽ ഇപ്പോൾ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രവുമല്ല, തന്റെ ഓഫീസിലുള്ള 2 സ്ത്രീകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ ഇടപെടാൻ ചെല്ലുന്നു. അങ്ങനെ അബദ്ധത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്, അല്ലാതെ മനഃപൂർവ്വം താൻ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ബെയിലിൻദാസ് പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇയാളെ വഞ്ചൂർ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതലൊന്നും പറയാനില്ല എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുക കൂടി ചെയ്തിട്ടാണ് ബെയിലിൻദാസ് അകത്തേക്ക് പോയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു പോലീസിന് വന്ന ഒരു സമ്മർദ്ദം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പോലും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി ഇത് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പകല് കണ്ടത്. കാരണം
LDF-ന്റെ സ്ഥാനാർത്ഥിയായി ഈ ബേലിൻദാസ് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ LDF-ന് അതിന്മേലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ LDF-ലായിരുന്ന ബേലിൻദാസ് പിന്നീട് UDF-ലേക്ക് പോയി. UDF പാർട്ടി അനുഭാവിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും തങ്ങളുടെ പാർട്ടിയിൽ അനുഭാവമുള്ള ആളല്ല എന്ന് പറയുവാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട് അതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയമായി കൂടി പല മാനങ്ങൾ ഇന്ന് ഈ ശരി, വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച പ്രതി ബേലിൻദാസ് പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് അയാളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സ്വാന്തനയാണ്.